ഒരു ആവറേജ് മൂവി മാത്രമായിട്ടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന കോമഡി പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന രണ്ടാമത്തെ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ മൂവി മിന്നൽ മുരളി ആയിരുന്നു. സോ മിന്നൽ മുരളിയിലെ പല ക്യാരക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സിനിമയിലോട്ട് വരുന്നില്ല. അവിടെയുള്ള റെഫറൻസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മേ ബി ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോലെ ആയിരിക്കാം ഈ ഒരു സിനിമ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ചിലപ്പോൾ ചില എലമെന്റ്സുകൾ കാര്യങ്ങളൊക്കെ അവർ ആഡപ്പ് ചെയ്യുമായിരിക്കും എന്ന രീതിയിലാണ് അനുഭവപ്പെട്ടത്. പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, കാര്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങളോ കാര്യങ്ങളോ നടക്കുന്നില്ല. അവിടെയുള്ള ഒരു കുപ്രസിദ്ധ ഡിറ്റക്റ്റീവ് ആണ് ഉജ്ജ്വലൻ. അങ്ങനെ ഇരിക്കെ അവിടെ കുറച്ച് തുടർ കൊലപാതകങ്ങൾ നടക്കുന്നു. അതിന് പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആണെന്ന് മനസ്സിലാവുന്നു. ഉജ്ജ്വലിന് ഈ ഒരു കൊലപാതക ആരെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് ഒരു സ്പെഷ്യൽ ടീമിനെ അസൈൻ ചെയ്യുന്നു. ശംഭു മഹാദേവൻ എന്ന് പറയുന്ന ഒരു പുതിയ ഓഫീസർ അവിടെ വന്നെത്തുന്നു. തുടർന്ന് ശംഭു മഹാദേവനും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും തുടർന്ന് ഈ ഒരു സീരിയൽ കില്ലറെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ സിനിമ ബോറടിക്കാതെ കണ്ടിരുന്നതിന്റെ അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള എലമെന്റ്സുകളോ വാവ് ഫാക്ടേഴ്സോ ഒരു ഹൈ മൊമെന്റ്സ് ഒന്നും തന്നെ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കോമഡികൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയും വർക്കായതിന് അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ട് ചിരിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ സിനിമയിലില്ല. ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സുകളും കാര്യങ്ങളും അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവാത്ത പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസും കാര്യങ്ങളും ഒട്ടും ഇംപ്രസീവ് ആയിരുന്നില്ല. പലപ്പോഴും പല സിനിമകളിൽ കണ്ടിട്ടുള്ള അതേ ഒരു പാറ്റേണിലുള്ള പരിപാടി തന്നെയാണ് സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് മൂവി മാത്രമായിട്ടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.